വചനമൊഴി മെയ് 27. വചനഭാഗം 2 പത്രോസ് 3:10-13, മർക്കോസിന്റെ സുവിശേഷം 13:32-37. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്നാൽ ആ ദിവസത്തെയോ ആ മണിക്കൂറിനെയോ കുറിച്ച് പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ. ശ്രദ്ധിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. തൻ്റെ വീട് വിട്ട് യാത്ര പോകുന്ന ഒരുവൻ സേവകർക്ക് അധികാരവും ഓരോ ആൾക്കും അവന്റെ ജോലിയും നൽകുന്നതും വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിക്കാൻ കൽപ്പിക്കുന്നതും പോലെയാണിത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിയിലോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി അവൻ കാണാതിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായി പറയുന്നു, ജാഗരൂകരായിരിക്കുവിൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായുടെ പഠിപ്പിക്കലുകളിൽ വളരെ സുനിശ്ചിതമായ ഒരു കാര്യം അവിടുന്ന് പറയുന്നത്, ഇഹലോക ജീവിതത്തിനൊരു അവസാനമുണ്ടെന്നും ഇഹലോക ജീവിതത്തിന് ശേഷം ദൈവസന്നിധിയിൽ നിത്യമായൊരു വാസം നമ്മുടെ ആത്മാവിന് ഉണ്ട് എന്ന കാര്യവുമാണ്. എന്നാൽ ഇഹലോക ജീവിതത്തിൻ്റെ അന്ത്യം എപ്പോഴാണ് എന്നത് അനിശ്ചിതമായൊരു കാര്യമാണെന്നാണ് പറയുന്നത്. പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യം പുത്രൻ പോലും വെളിപ്പെടുത്തിയിട്ടില്ല, ദൂതന്മാർക്ക് അറിയത്തില്ല. ഈശോയുടെ പക്കൽ ശിഷ്യന്മാർ ഇതെപ്പോൾ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിൽ ഈശോ പറയുന്നതും, പിതാവ് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. സുനിശ്ചിതമായൊരു കാര്യമാണ് ഇഹലോക ജീവിതത്തിൻ്റെ അവസാനം എങ്കിലും അതെപ്പോൾ സംഭവിക്കും എന്നത് വളരെ അനിശ്ചിതമായിട്ടാണ്. ഈശോ തന്നെ പറയുന്നത്, ഗൃഹനാഥൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് പോയി തിരിച്ചു വരുന്നത് പോലെയാണ്. എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഗൃഹനാഥൻ വരുന്നത് എപ്പോഴാണേലും ജാഗ്രതയോടെ അവനെ സ്വീകരിക്കുവാൻ കാത്തിരിക്കണമെന്നാണ്. അതുപോലെ തന്നെ ഈശോ പറയുന്നുണ്ട്, കള്ളൻ കടന്നു വരുന്നത് പോലെയാണ്. കള്ളൻ എപ്പോൾ വരുമെന്ന് ഗൃഹനാഥൻ അറിയത്തില്ല, അറിഞ്ഞിരുന്നെങ്കിൽ അവൻ കാത്തിരിക്കും. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടുകൂടി കാത്തിരിക്കണം എന്നുള്ള കാര്യമാണ് ഈശോ നൽകുന്നത്. നമ്മുടെ ജീവിതത്തിനും ഒരവസാനമുണ്ട്. എപ്പോൾ ആ അവസാനം എപ്പോൾ തമ്പുരാനെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യമായ വിധത്തിൽ ജാഗ്രതയോടുകൂടി, വിശുദ്ധിയോടുകൂടി, വിശ്വസ്തയോടുകൂടി ഇഹലോക ജീവിതം നയിക്കണം. എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന കാര്യമാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ പരസ്നേഹ പ്രവർത്തികളിലൂടെ, പരിത്യാഗ പ്രവർത്തികളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ നമുക്കും ആത്മവിശുദ്ധീകരണത്തിനായി പരിശ്രമിക്കുകയും വിശുദ്ധിയിൽ വളരാൻ നമുക്കും ആത്മവിശുദ്ധിയുള്ളവരായി മാറാം. വിശുദ്ധിയിൽ വളരാൻ പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.